വൻ കുറവ്. കഴിഞ്ഞ 3 മാസമായി സംസ്ഥാനത്തുണ്ടായ കനത്ത ചൂടിലും വരൾച്ചയിലും കർഷകർ പ്രതിസന്ധിയിൽ. 46,590 ഹെക്ടർ പ്രദേശത്തെ കൃഷി നശിച്ചു. 257 കോടിയുടെ പ്രത്യക്ഷ നഷ്ടമുണ്ടായതായി വിദഗ്ധരുടെ റിപ്പോർട്ട്. 23,569 ഹെക്ടറിലായി 250 കോടിയുടെ ഉൽപാദന നഷ്ടം കൂടി കണക്കാക്കുമ്പോൾ കാർഷിക മേഖലയിൽ ആകെ നഷ്ടം 500 കോടിയിലും അധികമാവും. 56,947 കർഷകരെ നേരിട്ട് ബാധിച്ചതായാണ് റിപ്പോർട്ട്. വരൾച്ച വിലയിരുത്താൻ കൃഷിവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി വിവിധ ജില്ലകളിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സന്ദർശിച്ച ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ട് മന്ത്രി പി പ്രസാദിന് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സഹായം തേടാനാണ് തീരുമാനം. ഇടുക്കി, വയനാട്, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലാണ് കൂടുതലായും കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത്. ഏലം, കുരുമുളക്, നെല്ല്, വാഴ എന്നിവയാണ് കൂടുതൽ നശിച്ചത്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന 60,000 ചെറുകിട കർഷകരെയും കാർഷിക തൊഴിലാളികളെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കാനാണ് വരൾച്ച എന്നാണ് വിലയിരുത്തൽ. വിളകളുടെ വളർച്ച, ഉൽപാദനത്തിലെ ഇടിവ്, ദീർഘകാല ദൂഷ്യഫലങ്ങൾ, വിള ആരോഗ്യം, വിളനാശം തുടങ്ങിയ ഘടകങ്ങളാണ് സമിതി വിലയിരുത്തിയത്. സംസ്ഥാനമെമ്പാടുമായി ഓണം വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്തിരുന്ന 28,000 ഹെക്ടറിലധികം വാഴ കൃഷി നശിച്ചു. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. 30%-ലധികം ഏലം കൃഷി നശിച്ചു. വിളവിൽ 60% ഇടിവുണ്ടെന്നാണ് റിപ്പോർട്ട്. കുരുമുളക്, കാപ്പി, പച്ചക്കറി, വാഴക്കുല തുടങ്ങിയവയിലും വൻ നാശം ഉണ്ട്. വയനാട്ടിൽ 419.5 ഹെക്ടറിൽ കുരുമുളകും 208 ഹെക്ടറിൽ കാപ്പിയും നശിച്ചു. മഴ വലിയ തോതിൽ കുറവുണ്ടായതാണ് വിളകളുടെ ഈ നാശത്തിനു കാരണം. മഴ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് കേരളത്തിൽ ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാ ജില്ലകളിലും ക്രമാതീതമായി ചൂട് കൂടിയിരുന്ന സാഹചര്യത്തിലായിരുന്നു ഇത് സംഭവിച്ചത്. ചുരുക്കം ചില ജില്ലകളിൽ മാത്രമാണ് മഴ കിട്ടിയിരുന്നത്. ഉഷ്ണതരംഗം എന്നത് കുറെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഉയർന്ന ചൂട് കാലാവസ്ഥയാണ്. ചിലപ്പോൾ ചൂടുള്ള കാലാവസ്ഥയിൽ താമസിക്കുന്നവർക്ക് സാധാരണ എന്ന് തോന്നുന്നത് തണുത്ത രാജ്യങ്ങളിൽ വന്നവർക്ക് ഉഷ്ണതരംഗമാകാം. ഉയർന്ന ഉഷ്ണതരംഗം കൃഷിനാശത്തിനും ഉയർന്ന വൈദ്യുതി ഉപഭോഗത്തിനും കാരണമാകുന്നു.